നമസ്കാരം. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെയും ഫിറോസ് ഗാന്ധിയുടെയും മകനായി 1944 ഓഗസ്റ്റ് 20 രാജീവ് ഗാന്ധി ജനിച്ചത്. പൈലറ്റായിരുന്ന രാജീവ് 1968 സോണിയ മൈനോയെ വിവാഹം കഴിച്ചു. ആ ദമ്പതികൾക്ക് രാഹുൽ, പ്രിയങ്ക എന്നീ മക്കളും പിറന്നു. 1980 സഹോദരൻ സഞ്ജയ് ഗാന്ധിയുടെ മരണശേഷം അർദ്ധമനസ്സോടെ രാജീവ് ഗാന്ധി അമേഠിയിൽ നിന്നും ലോക്സഭാംഗമായി. 1984 അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം അമ്മയുടെ പിൻഗാമിയായി രാജീവ് പ്രധാനമന്ത്രി പദത്തിലെത്തി. ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം നടന്ന സിഖ് വിരുദ്ധ കലാപത്തെക്കുറിച്ച് പരാമർശിച്ച് രാജീവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: വൻമരം വീഴുമ്പോൾ ഭൂമി കുലുങ്ങുന്നത് സ്വാഭാവികമെന്നായിരുന്നു ആ വിവാദ പരാമർശം. എന്നാൽ അദ്ദേഹത്തിന്റെ അകാല മരണത്തിന് കളമൊരുക്കിയത് മറ്റൊരു തീരുമാനമായിരുന്നു. 1987 1990 കാലഘട്ടം ശ്രീലങ്കയിൽ ആഭ്യന്തര യുദ്ധം കൊടുമ്പിരി കൊണ്ടു. ശ്രീലങ്കൻ തമിഴ് തീവ്രവാദ ഗ്രൂപ്പായ ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈഴം എന്ന LTTE-യും ശ്രീലങ്കൻ സൈന്യവും തമ്മിൽ രക്തരൂക്ഷിതമായ പോരാട്ടം ലോക സമാധാനകാംക്ഷികളെ അലോസരപ്പെടുത്തിയിരുന്നു. ആഭ്യന്തര യുദ്ധക്കെടുതി രൂക്ഷമായതോടെ ഏതുവിധേനയും വിഘടനവാദത്തെ അടിച്ചമർത്താൻ ശ്രീലങ്കൻ ഭരണകൂടം തീരുമാനമെടുത്തു. ഓപ്പറേഷൻ ലിബറേഷൻ എന്ന പേരിൽ 10,000-ഓളം സൈനികർ പങ്കെടുത്ത ദൗത്യത്തിൽ ഹെലികോപ്റ്റർ ഗൺഷിപ്പുകളും യുദ്ധവിമാനങ്ങളും ഉൾപ്പെട്ടു. 1987 ജൂണിൽ ലങ്കൻ പട്ടാളം ജാഫ്ന പട്ടണം ഉപരോധിച്ചത് ഭൂരിപക്ഷ തമിഴ് വംശജരുടെ കൂട്ടക്കൊലയിലാണ് കലാശിച്ചത്. ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം പ്രധാനമന്ത്രിയായ രാജീവിന് മേൽ സംഭവം രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തി. ദക്ഷിണേന്ത്യയിലെ പ്രബല ജനവിഭാഗമായിരുന്ന തമിഴരുടെ തിരിച്ചടി ഭയന്നതോടെ ഇന്ത്യൻ സർക്കാർ രാഷ്ട്രീയ ഒത്തുതീർപ്പ് ചർച്ചയ്ക്കിറങ്ങിയെങ്കിലും ശ്രമം വിജയിച്ചില്ല. ശ്രീലങ്കയിൽ കൊടിയ ക്രൂരതയ്ക്ക് വിധേയരായ തമിഴ് വംശജരെ സഹായിക്കാൻ ലക്ഷ്യമിട്ട് 1987 ജൂൺ 2 നിരായുധ കപ്പലുകൾ അയക്കുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചുവെങ്കിലും ശ്രീലങ്കൻ നാവികസേനയുടെ പ്രതിരോധത്താൽ ആ ശ്രമം പരാജയപ്പെട്ടു. ഇതേ തുടർന്ന് ജൂൺ 4 ദുരിതാശ്വാസ പ്രവർത്തനവുമായി ഓപ്പറേഷൻ പൂമല എന്ന പേരിൽ ഇന്ത്യൻ വ്യോമസേന ജാഫ്ന നഗരത്തിന് മുകളിൽ പറന്നു. ഭാരതത്തിന്റെ ഇടപെടൽ ലങ്കൻ ഭരണകൂടത്തെ മറ്റൊരു രീതിയിൽ ചിന്തിപ്പിച്ചു. അന്നത്തെ ശ്രീലങ്കൻ പ്രസിഡന്റ് ജയവർദ്ധനെ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുമായി ചർച്ച നടത്തി. തുടർന്ന് ജൂലൈ 29 ഇന്തോ ശ്രീലങ്കൻ കരാർ ഒപ്പുവെച്ചു. എന്നാൽ ചർച്ചകളിൽ LTTE ഉൾപ്പെടുത്തിയിരുന്നില്ല. എങ്കിലും കരാർ ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധത്തിന് താൽക്കാലിക വിരാമമുണ്ടാക്കി. എന്നാൽ ഇന്ത്യയുടെ സൈനിക സഹായം വാഗ്ദാനം ചെയ്യുന്ന ഉപാധിയും കരാറിന്റെ ഭാഗമായിരുന്നു. രാജ്യത്തെ വൈരം അവസാനിപ്പിക്കൽ ഉറപ്പു നൽകുന്നതിനായി ഒരു ഇന്ത്യൻ സമാധാന സേന എന്ന പേരിൽ അങ്ങനെ ഭാരതം സൈനിക സഹായം ലങ്കയ്ക്ക് വാഗ്ദാനം ചെയ്തു. എന്നാൽ കൊളംബോയിൽ ഉൾപ്പെടെ ആഭ്യന്തര കലാപം രൂക്ഷമായതോടെ ഇന്ത്യൻ സമാധാന സേനയെ ഓപ്പറേഷൻ പവൻ എന്ന ദൗത്യത്തിന് രാജീവ് ശ്രീലങ്കയിലേക്ക് അയച്ചു. IPKF ലങ്കയുടെ വടക്കുകിഴക്കു ഭാഗങ്ങളിൽ വിന്യസിക്കപ്പെട്ടു. ഓപ്പറേഷൻ പവൻ IPKF LTTE യുദ്ധത്തിലേക്കാണ് നയിക്കപ്പെട്ടത്. ഇതിനിടെ ശ്രീലങ്കൻ സൈന്യം കസ്റ്റഡിയിലെടുത്ത 2 ഏരിയ കമാൻഡർമാർ ഉൾപ്പെടെ 17 LTTE തടവുകാർ കൊല്ലപ്പെട്ടത് IPKF-ന്റെ പിഴവായി LTTE ആരോപിച്ചു. അക്രമാസക്തരായ LTTE കലാപത്തെ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ IPKF പ്രവർത്തനം ശക്തമാക്കി. സംഘർഷത്തിൽ കൂട്ടക്കൊലകളാൽ ലങ്കൻ മണ്ണ് ചുമന്നു. ബലാത്സംഗം ചെയ്യപ്പെട്ടവരുടെ നിലവിളികളെ വെടിയൊച്ചകൾ നിശബ്ദമാക്കി. സംഘർഷത്തിൽ നിരവധി IPKF സൈനികരെ LTTE-യും കൊലപ്പെടുത്തിയിരുന്നു. തുടർന്ന് 1989 നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി രണസിംഗെ പ്രേമദാസ അധികാരമേറ്റു. ഇന്ത്യയിലും ഭരണമാറ്റത്തെ തുടർന്ന് VP സിംഗ് പ്രധാനമന്ത്രി പദവിയിലെത്തിയിരുന്നു. സർക്കാർ തലത്തിലെ ധാരണ പ്രകാരം ഇന്ത്യൻ സമാധാന സേന 1990 മാർച്ചിൽ ശ്രീലങ്കയിൽ നിന്നും പിൻവാങ്ങി. ലങ്ക താൽക്കാലിക ശാന്തി തീരമണഞ്ഞു.
എന്നാൽ IPKF-നെ ലങ്കയിലേക്ക് അയച്ച രാജീവിനോട് അടങ്ങാത്ത പകയിൽ നിന്നും LTT പിൻവാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നില്ല. LTT തലവൻ വേലുപ്പിള്ള പ്രഭാകരൻ പ്രതികാരാഗ്നിയാൽ ജ്വലിച്ചു. രാജീവിനെ ഇല്ലാതാക്കാൻ LTT ശപഥമെടുത്തു. 1991 മെയ് 21 തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു. തമിഴ് ഈഴം ലിബറേഷൻ ടൈഗേഴ്സ് അംഗം കലൈവാണി രാജരത്നം എന്ന 22കാരി മനുഷ്യ ബോംബായി വന്ന് രാജീവിന്റെ മുന്നിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു. സംഭവത്തിൽ 14 പേരാണ് കൊല്ലപ്പെട്ടത്. രാജ്യം വിങ്ങിപ്പൊട്ടിക്കൊണ്ട് 1991 മെയ് 24 രാജീവിന്റെ സംസ്കാര ചടങ്ങുകൾ യമുന തീരത്ത് നടന്നു. LTT രാജീവിനെ വധിച്ചത് അദ്ദേഹം ഭരണത്തിൽ തിരിച്ചെത്തിയാൽ IPKF-നെ ശ്രീലങ്കയിലേക്ക് വീണ്ടും അയക്കുമെന്ന ഭീതിയോടെയാണെന്നും അത് LTT-യെ നിരായുധീകരിക്കുമെന്നും കരുതിയാണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയിൽ വ്യക്തമാക്കിയിരുന്നു. രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തിനു ശേഷം മെയ് 21 രാജ്യം ഭീകരവിരുദ്ധ ദിനമായി പ്രഖ്യാപിച്ചു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.